बीच में वचन बोलने के लिए केरल से हालेलुया हमारा चरियान फिलिप पास्टर है, जो हमारी हालेलुया पत्नी का मैके कलिसिया का पासवान है, बहुत बड़ा कलिसिया है उनका। हालेलुया वहाँ वो देश विदेशों में पहले सेवा करते थे, अभी आकर हालेलुया केरल में हालेलुया सेवा कर रहा है। वो हालेलुया अपना बचपन अवस्था से प्रभु की सेवकाई में है। आज प्रभु की दया है, वो हमारे बीच में मिला। परमेश्वर उनके द्वारा आज हमारे बीच में बात करने के लिए हम प्रभु को धन्यवाद करते हैं। प्रभु का दास കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ഹാർദവുമായി ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വന്ദനം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവിന്റെ അരുളപ്പാട് എന്തായിരുന്നാലും ഞങ്ങളുടെ മധ്യത്തിലേക്ക് പറയുവാനുള്ള സാവകാശമുണ്ട്. ഹല്ലേലൂയ. അതിനായി ഞങ്ങൾ അടുത്ത ബാക്കിയുള്ള സമയം കർത്താവിന്റെ ദാസനെ ഏൽപ്പിക്കുന്നു. 9 മണി വരെയല്ലേ മാസ്റ്റർ? അത് കുഴപ്പമില്ല, നമുക്ക് 10 മണി വരെ സമയമുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ഉൾപ്പെടുദാസൻ ഭാഷ ഷിബു അവരുടെയും കുടുംബത്തെയും സഭയ്ക്കും പ്രത്യേക വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ये मीटिंग में मुझे निमंत्रण दिया प्रिय कलीसिया को और पासवान को मैं प्रभु को पवित्र नाम में धन्यवाद करता हूँ. കർത്താവിന്റെ ദാസി ഞങ്ങളുടെ ചർച്ചിലെ സജീവ കുടുംബത്തിലെ ഒരു അംഗമാണ്. प्रभु का दासी हालेलुया परमेश्वर की उनके मायके घर पूरा प्रभु के कलीसिया का अंग है. ഈ പകൽക്കാലം ഈ പ്രഭാതത്തില് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. आज आप लोगों के साथ आज का सुबह का समय होने के लिए सर्वशक्तिमान मेरे जीवन में दिया यह सुलभ अवसर के लिए मैं प्रभु को धन्यवाद करता हूँ. 1-2 വാക്കുകളിലെ സാക്ഷ്യം ഒന്ന് പറയുകയാണ്. 1981 യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിനെ സേവിപ്പാൻ ദൈവം വിളിച്ച് വേർതിരിപ്പാൻ ഇടയായി തീർന്നു. 81 में प्रभु को मैंने अपने जीवन का स्वामी प्रभु उद्धारकर्ता के रूप पर स्वीकार किया. वह उस समय से मैं प्रभु की सेवकाई में लिए मैं कर रहा हूँ. 1983 മുതൽ വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് ഓപ്പറേഷൻ മൊബിലൈസേഷനുള്ള ബന്ധത്തില് ശുശ്രൂഷയില് വിവിധ നിലകളിൽ പ്രവർത്തിപ്പാൻ ദൈവ അവസരങ്ങൾ നൽകി. 1983 से लेकर मेरे को उत्तर भारत में अलग अलग जुड़ में अलग अलग भागों में प्रभु की प्रेम के साथ प्रभु की सेवा करने के लिए प्रभु ने मेरे जीवन में अवसर दी. അതിലേറ്റവും കൂടുതൽ സമയം ഉത്തർപ്രദേശിലാണ് ചെലവഴിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. सबसे ज्यादा समय मैंने उत्तर प्रदेश के अलग अलग भागों में सेवकाई किया. ഒടുവിലായി ഗോരഖ്പൂർ അന്ന് ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്നു. ഗോരഖ്പൂരിൽ നിന്നാണ് ഞാൻ OMൽ നിന്ന് വിരമിച്ച് നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. आखिरी में मैंने गोरखपुर देश में उस समय यूपी के भाग था, वो गोरखपुर में मैंने आखिरी के साथ सेवा किया. वहां से मैं हमारी ओर आया. ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികള്, ഒത്തിരി ദിവസങ്ങള് പട്ടിണി കിടന്നിട്ടുണ്ട്. സുവിശേഷ വിരോധികളാൽ കല്ലേറുകൾ കൊണ്ടിട്ടുണ്ട്. വിവിധ നിലകളിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ആ കാലഘട്ടങ്ങളിൽ അനുഭവിക്കുവാനിടയായി തീർന്നു. കർത്താവ് അത്ഭുതകരമായിട്ട് ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. परमेश्वर को स्तुति करता हूँ. जब हम लोग सेवा कर रहे थे, हमने बड़े प्रतिकूल अवस्था में था. लोगों ने हमको पथराव किया, लोग बहुत तंग किया, मुसीबतें, बहुत बार भूखा सोना पड़ा. हर जगह प्रभु ने हमको से बचा कर प्रभु की महिमा के लिए इस्तेमाल किया. കർത്താവിന് മഹത്വം. യുപിയിലെ പ്രവർത്തനങ്ങൾ
ആ കാലഘട്ടങ്ങളിൽ വളരെ ദുഷ്കരമായ അനുഭവങ്ങളായിരുന്നു. ഇപ്പോഴും ദുഷ്കരമാണ്. എങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെ നടത്തുന്നു എന്നറിയുന്നതിൽ പ്രത്യേകം സന്തോഷിക്കുന്നു. परमेश्वर की नाम की महिमा हो। उस समय बहुत बड़ा परेशानियां होते थे, अभी भी है, लेकिन अब वहां अभी भी सेवकाई प्रभु ने अच्छे ढंग से करा रहा है। मैं इसलिए प्रभु को धन्यवाद करता हूँ। ഈ കൊറോണ കാലഘട്ടങ്ങളിലും അവിടെ അനേക പ്രിയപ്പെട്ടവര് വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതായിട്ട് അറിയുവാനിടയായി തീർന്നു. ഞങ്ങൾ ഫോട്ടോസ് കണ്ടു. ദൈവം അവിടെയുള്ള പ്രവർത്തനങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. मैंने प्रभु की लोगों की सेवकाई को देखा, बपतिस्मा वाले का फोटो देखने का अवसर मिला। परमेश्वर वहां का सेवकाई को अच्छी तरह से बढ़ा रहा है। मैं प्रभु को धन्यवाद करता हूँ। ദൈവവചന ഭാഗത്തിലേക്ക് ഈ സമയത്ത് കടക്കുകയാണ്. परमेश्वर की पवित्र वचन की ओर हम अभी मुड़ेंगे। എബ്രായ ലേഖനം इब्रानियों का पत्री 2-ാം അധ്യായം 2 अध्याय 18-ാം വാക്യം, उसका 18 वचन। इब्रानियों का पत्री 2 अध्याय उसका 18 वचन पढ़ेंगे। വായിച്ചാട്ട് ഭാഷ വായിച്ചു. क्योंकि जब उसने परीक्षा की दशा में दुख उठाया तो वह उनकी भी सहायता कर सकता है जिनकी परीक्षा होती है। സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. हालेलुया। प्रभु हम सबको सहायता करे, ये वचन के द्वारा परमेश्वर हमसे बात करने पाए। എബ്രായ ലേഖനം പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി എന്ന് കരുതപ്പെടുന്ന ഈ എബ്രായ ലേഖനം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്വകരമായ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. यीशु मसीह की श्रेष्ठ कार्यों के बारे में प्रिय पौलुस इब्रानियों की पत्री के द्वारा हमको बताया हुआ है। എബ്രായ ലേഖനം 1-ാം അധ്യായം യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. इब्रानियों का पत्री 1 अध्याय में बताता है यीशु मसीह भविष्यवक्ताओं से और स्वर्गदूतों से भी बड़े श्रेष्ठ है करके हमको समझा रहा है। 2-ാം അധ്യായം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ശ്രേഷ്ഠമായ രക്ഷയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 अध्याय पे लिखा है यीशु मसीह के द्वारा जो हमारे जीवन में मिलने वाला हालेलुया उद्धार के बारे में, बचत के बारे में, रक्षा के बारे में लिखा है। 3-ാം അധ്യായം പഴയ നിയമത്തിലെ രക്ഷകൻ എന്ന് പറയപ്പെടുന്ന മോശയേക്കാൾ യേശു വലിയവനാണ് എന്ന് ചിത്രീകരിക്കുന്നതാണ് 3-ാമത്തെ അധ്യായം. 3 अध्याय में मूसा के बारे में पुराना नियम में लिखा है वो इस्राएलियों को उद्धार करता है। तब वहां लिखा यीशु मसीह मूसा से भी बढ़कर है करके वहां लिखा हुआ है। 4-ാം അധ്യായം ഇസ്രായേൽ ജനത്തെ സ്വസ്ഥതയിലേക്ക് അഥവാ കാലഘട്ടങ്ങളിൽ കനാൻ ദേശത്തിലേക്ക് നയിച്ച, മോശയ്ക്ക് ശേഷം കനാൻ ദേശത്തിലേക്ക് നയിച്ച യോശുവയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ യേശു യോശുവയേക്കാൾ വലിയവനെന്നാണ് 4-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. 4 अध्याय में यह लिखा है इस्राएली लोगों को मूसा के बाद कनान देश की ओर बढ़ाया हुआ यहोशुआ के बारे में है। वो 4 अध्याय में लिखा है यीशु मसीह यहोशुआ से भी बढ़कर है। ദൈവത്തിന് സ്തോത്രം. 5-ാം അധ്യായത്തില് ആ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. ആ മഹാപുരോഹിതനിൽ ഏറ്റവും ആദ്യത്തെ മഹാപുരോഹിതനാണ് അഹരോൻ. 5-ാം അധ്യായത്തിൽ അഹരോനേക്കാൾ യേശു വലിയവനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് കാണുവാൻ. 5 अध्याय में हम देख सकता है क्योंकि इस्राएली लोगों को अगुवा करने वाला बड़े महायाजक लोग होते थे। वहां महायाजक लोगों से भी हमारा प्रभु यीशु मसीह जो भी महायाजक है उनसे भी बड़ा है करके हमारे वचन के अंदर लिखा है। ഇങ്ങനെ ഓരോ അധ്യായങ്ങളും യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ വിശദീകരിക്കുന്ന ഭാഗമാണ് ഓരോ അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞു പോയാൽ സമയം വളരെ വൈകിപ്പോകും. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് ഞാൻ വിരമിക്കുകയാണ്. एक अध्याय यीशु मसीह की श्रेष्ठता के बारे में बताया हुआ है। अगर एक अध्याय के बारे में विवरण देगा तो समय बहुत आगे चले जाएगा। 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ് നമുക്ക് വായിപ്പാനായിട്ട് കഴിഞ്ഞത്. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകും.
क्योंकि जब उसने परीक्षा की दशा में दुख उड़ाए तो वह उनकी भी सहायता कर सकता है जिनकी परीक्षा होती है। ഈ കാലഘട്ടങ്ങളിൽ ഭയങ്കരമായ പരീക്ഷാ കാലഘട്ടങ്ങളിലൂടെയാണ്, അഥവാ കൊറോണ വൈറസിന്റെ വ്യാപനത്തിലൂടെ ലോകം മുഴുവൻ, ഒരു സ്ഥലമല്ല ലോകം മുഴുവൻ വലിയ പ്രതിസന്ധികളിലൂടെ, മഹാമാരിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. हम देख सकता है आज दुनिया में इतनी बड़ी परीक्षा जांच पड़ताल हो रहा है। दुनिया पूरा कोरोना वायरस नाम का एक छोटी वायरस के द्वारा परीक्षा में प्रवेश किया हुआ है। വിവിധ നിലകളിലുള്ള പരീക്ഷകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. हमारे जीवन में अलग अलग तरीका परीक्षा हम सामना करना पड़ता है। യാക്കോബിന്റെ ലേഖനത്തിൽ വിവിധ പരീക്ഷകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. याकूब का पत्री में अलग अलग परीक्षा के बारे में लिखा है। ഒന്നാമത് സാത്താനാൽ നമുക്ക് നമ്മളെ പരീക്ഷിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. സാത്താന്റെ പരീക്ഷ पहले देख सकता है शैतान जो इब्लीस है हमारी परीक्षा करता है करके हम देख सकता है। രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. दूसरा परीक्षा है जो हमारा विश्वास का जांच पड़ताल। സാത്താന്റെ പരീക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ വിവിധ മാർഗങ്ങളിലൂടെ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട്. शैतान की परीक्षा से बचने के लिए प्रभु यीशु मसीह अलग अलग तरीके का योजनाएं हमारे जीवन में बनाया हुआ है। അതിലേറ്റവും പ്രധാനമായി യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ചപ്പോൾ യേശു സാത്താനെ ജയിച്ചത് ദൈവവചനത്തിലൂടെയാണ്. हम देख सकते हैं यीशु मसीह को जब शैतान ने परीक्षा किया तो यीशु मसीह उसके ऊपर जीत पाया है परमेश्वर की पवित्र वचन के द्वारा। രണ്ട് പ്രാർത്ഥനയിലൂടെ നമുക്ക് സാത്താന്യ ശക്തികളെ ജയിക്കാനായിട്ട് കഴിയും. दूसरा है शैतान की शक्ति को हम पार करने के लिए हालेलुया प्रार्थना का सामर्थ्य के द्वारा। മൂന്ന്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തെ ആരാധിച്ച് ഈ പൈശാചിക ശക്തികളെ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കും. तीसरी बात है पवित्र आत्मा का भरपूरता का सामर्थ्य से हम अन्य भाषा में और आराधना करके प्रभु के सामने हालेलुया शैतान की युक्तियों को हम तोड़ सकते हैं। അടുത്തത് യേശു പറഞ്ഞിരിക്കേണ്ട ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ സാത്താന്യ ശക്തികളുടെ മേൽ നമുക്ക് ജയം ഉണ്ടാകുന്നു. यीशु मसीह ने बोला जब तुम उपवास और प्रार्थना करते हो ये शारीरिक पीड़ा तुम्हारे जीवन से ये परीक्षा ये तुमसे दूर हो जाएगा। അവസാനമായി വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത് കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും നമ്മുടെ സാക്ഷ്യവചനങ്ങൾ ഹേതുവായും നമുക്ക് സാത്താനെ ജയിപ്പാൻ കഴിയും. हम प्रकाशित वाक्य 12 अध्याय में देख सकता है हालेलुया मेमने का लहू का द्वारा यीशु मसीह का लहू का सामर्थ्य के द्वारा और हमारी गवाही के द्वारा हम शैतान के ऊपर जीत पा सकता है। യേശുവിന്റെ രക്തം സാത്താന്യ ശക്തികളെ തകർക്കുന്നതാണ്. यीशु मसीह का लहू का बाड़ा शैतान की हर एक सामर्थ्य को तितर-बितर करता है। നമ്മുടെ സാക്ഷ്യവചനങ്ങൾ പൈശാചിക ശക്തികളുടെ മേലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം സാത്താന്യ ശക്തികളെ പരാജയപ്പെടുത്തുന്നു. हम देख सकता है शैतान के ऊपर जीत पाने के लिए हमारी एक एक गवाही हालेलुया शैतान की सामर्थ्यों को हम गिरा सकता है। സ്തോത്രം. ഇങ്ങനെ സാത്താന്യ ശക്തികളെ, പരീക്ഷകളെ നമുക്ക് ജയിക്കാനായിട്ട് കഴിയുന്നു. इसी तरीके से हम शैतान की युक्तियों के ऊपर जीत पा सकता है। എന്നാൽ വിശ്വാസത്തിന്റെ പരിശോധന അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. विश्वास का जांच पड़ताल सबसे हालेलुया खास चीज है। പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതാകുന്നു എന്നാണ്. प्रेरित पत्रोस अपनी पत्री में लिखा है विश्वास का जांच पड़ताल परीक्षा सोने से भी बहुमूल्य है। വായിച്ച ഭാഗത്തിലേക്ക് കടക്കുകയാണ്. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ. यहाँ जो हमने पढ़ा है क्योंकि जब उसने खुद परीक्षा की दशा में
दुख उठाया। യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പരീക്ഷ അഥവാ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. यीशु मसीह खुद हमारे लिए परीक्षा का सामना किया है। താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിക്കപ്പെട്ടു. अपना खुद परीक्षा में सामना कर कर हालेलुया उसको हालेलुया परीक्षा में प्रवेश किया है करके वचन के अंदर लिखा है, कष्ट को पाया है। എബ്രായ ലേഖനം എന്ന് പറയുന്നത് യഹൂദ മതത്തിൽ നിന്ന് അഥവാ എബ്രായ വിശ്വാസികൾ, എബ്രായർ എന്ന വാക്കിന്റെ അർത്ഥം നദി കടന്നവൻ എന്നാണ്. നദി കടന്നവൻ. इब्रानी का पद का मतलब है जिन्होंने नदी को पार किया, उसी के बारे में इब्रानी विश्वासियों का, इब्रानी धर्म के जुड़ के अंदर जुड़े हुए लोग यीशु मसीह पर विश्वास आए, उन्हीं के बारे में। അബ്രഹാം നദി കടന്ന്, യൂഫ്രട്ടീസ് നദി കടന്ന് കൽദയ ദേശത്ത് നിന്ന് കനാൻ ദേശത്ത് എത്തിയത് കൊണ്ടാണ് എബ്രായർ എന്ന് യഹൂദനെ വിളിക്കുന്നത്. हम देख सकता है इब्रानियन करके इसराइलियों को क्यों कहता है। उनका पिता अब्राहम जहां रहते थे वहां से हालेलुया यूफ्रटिस नदी को पार कर कर कनान की देश की ओर आया परमेश्वर के शब्द को सुनकर, इसलिए इन लोगों को इब्रानी करके बुलाया जाता है। എബ്രായ വിശ്വാസികൾ ഏറ്റവും ശ്രേഷ്ഠമായ മതത്തിന് അടിമകൾ. അത് എബ്രായ മതം എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മതമാണ്. हालेलुया हम इतिहास को देखेगा तो हम देख सकता है इब्रानी धर्म, इब्रानी जाति लोग धरती का सबसे टॉप में रहने वाला, सबसे ज्यादा दीदी से हर बातों को लेकर चल, अपने धर्म का हर एक बातों को लेकर चलने वाला लोग है। ഈ എബ്രായ വിശ്വാസികൾ അവർ വിട്ടുപോകുന്നതിനെ ഓർത്താൽ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് അത് എബ്രായ ലേഖനത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നു. इब्रानियों को बारे में लिखा है, अगर ये लोग अपना जो कुछ भी उन्होंने छोड़ के आया उस चीज को अगर याद करता है तो ये लोगों को वापस अपने धर्म में जाने की चांसेस है। അവരുടെ മതം, അവരുടെ ശ്രേഷ്ഠമായ അനുഭവങ്ങളെല്ലാം തന്നെ വിട്ടാണ് അവർ ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെടുവാനിടയായി തീർന്നത്. उनकी जीवन की हर एक धार्मिकता, धर्म की बातों को वो लोगों को छोड़कर वो लोगों ने यीशु मसीह की ओर फिरा है। യേശുവിനെ പിൻപറ്റുവാൻ കർത്താവ് തന്റെ ജനത്തിന് അവസരങ്ങൾ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. यीशु मसीह के पीछे होने के लिए यीशु मसीह ने अपनी जिस जो समूह में वो जन्म हुआ उन लोगों को भी प्रभु ने अवसर दिया। യേശുവിനെ പിൻപറ്റുവാൻ ഇടയായി തീർന്നത് കൊണ്ട് അവർ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. यीशु मसीह को पीछे होने की वजह से इब्रानी धर्म की लोगों को यीशु मसीह में आने के बाद बहुत ज्यादा दुनिया की परेशानियों की सामना करना पड़ा। ആ കാലഘട്ടങ്ങളിൽ എബ്രായ വിശ്വാസികളുടെ വസ്തുവകകൾ പോലും അത് അപഹരിക്കപ്പെട്ടിരുന്നു. हम देख सकता है उस समय जो लोग इब्रानी लोग प्रभु यीशु मसीह को ग्रहण किया, उनकी जो संपत्ति थे, उनकी जो धन दौलत थे, उनकी जो भूमि थे, सब दूसरी लोग, उनकी धर्म की समाज की लोग कब्जा करते थे। അവർ ഒരുപാട് പീഡകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. उनको बहुत ज्यादा कठिन अवस्था में पीड़ा अवस्था की सामना करना पड़ा। ഒരുപാട് ആളുകളെ, എബ്രായ വിശ്വാസികളെ ആ കാലഘട്ടങ്ങളിലെ ഭരണകൂടം കൊന്നൊടുക്കുവാനിടയായി തീർന്നു. उस समय का इतिहास को अगर हम पढ़ सकता तो हम देख सकता है इब्रानी लोग जो यीशु मसीह को ग्रहण किया, बहुत तेरे लोगों को वो लोगों ने मार डाल दिया। വടക്കേ ഇന്ത്യയിൽ ആയിരിക്കുന്ന, യു പിയിലായിരിക്കുന്ന, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, उत्तर भारत की ओर सेवा करने वाला मेरे प्रिय प्रभु की दासों
और विश्वासियों को मैं ये कहना चाहता हूँ, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും പീഡനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ आपकी जीवन के सामने बड़े मुश्किल परिस्थितियां हम जब सामना करते हैं, നമുക്കൊരു പക്ഷേ പിശാച് ഹൃദയത്തിനകത്ത് മനസ്സിനകത്ത് കൊണ്ടുവന്ന് ഇടുവാൻ സാധ്യത കൊണ്ട് പഴയതിലേക്ക് മടങ്ങിപ്പോയാൽ ഈ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന്. हमारे मन के अंदर ये भावना आ सकता है, क्यों इसके पीछे लगे रहना, यीशु मसीह के साथ क्यों बने रहना, पिछले जो जीवन है, जो जिंदगी है, उस जिंदगी की ओर क्यों नहीं हम जा पाए. എന്നാൽ ഇതേ മേഖലയിൽ എബ്രായ വിശ്വാസികളും ആ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച പീഡകൾ ഭയങ്കരമായിരുന്നു. इसी जैसा आप जैसे जिसका सामना करता है, उसी की वास्ते उस समय पुराना समय यीशु मसीह की समय पर जो सेवका कलीसिया का शुरुआत हुआ था, वहां भी इब्रानी लोग बहुत तंग मुसीबत का सामना किया. ആ അനേക വിശുദ്ധന്മാരെ അതേ ആണികൾ തറയ്ക്കപ്പെട്ട കസേരകളിൽ ഇരുത്തി അവർ കൊല്ലുമായിരുന്നു. बहुत पवित्र लोगों को कीलें ठोकी हुई कुर्सी में बैठाकर उनको मार डालते थे. വിശുദ്ധന്മാരെ തലകീഴായി ക്രൂശിന്മേൽ ക്രൂശിച്ച് കൊല്ലുമായിരുന്നു. पवित्र विश्वासी लोगों को उल्टा करके क्रूस पर चढ़ाता था. വന്യമൃഗങ്ങൾ, ഘോരമായ വന്യമൃഗങ്ങളുടെ മുൻപിൽ വലിച്ചെറിഞ്ഞ് അതേ വിശുദ്ധന്മാരെ കടിച്ചു കീറി തിന്നുന്നത് കണ്ട് ആ കാലഘട്ടങ്ങളിലെ ഭരണകൂടങ്ങൾ കൈയടിച്ചു ചിരിക്കുമായിരുന്നു. उस समय का राजा महाराजा लोग जंगली जानवर को, बहुत क्रुकेड जंगली जानवर को लाकर उनके सामने प्रभु की पवित्र लोगों को फेंककर उनकी जीवन का हालेलुया सामना समस्या को देखकर, उनकी कठिनाइयों को देखकर हंसते थे और हालेलुया उसी में आनंद मनाते थे. വിശുദ്ധന്മാരെ വലിയ മരങ്ങളുടെ, 2 മരങ്ങളുടെ കൊമ്പുകളിൽ അവരുടെ കാലുകൾ വലിച്ചു കെട്ടി ആ ചേർത്ത് പിടിച്ച് അത് വെച്ചിട്ട് ആ മരത്തിന്റെ കൊമ്പുകളിൽ ചേർത്ത് പിടിച്ചിട്ട് പറയും, യേശുവിനെ തള്ളി പറഞ്ഞാൽ നിങ്ങളെ അഴിച്ചുവിടാം, ഇല്ല എങ്കിൽ നിങ്ങൾ മരിച്ചുപോകും, അത് കൊന്നുകളയുമെന്ന് പറഞ്ഞ് യേശുവിനെ തള്ളി പറയാത്തത് കൊണ്ട് ഈ 2 വൃക്ഷക്കൊമ്പുകളെ വിട്ടുകളയുമ്പോൾ ഈ വിശുദ്ധന്മാർ നടുവേ പിളർന്ന് അതെ മരിക്കുവാനായിട്ട് രക്തസാക്ഷികളായി മാറുവാനിടയായി തീർന്നു. वहां का राजा महाराजा लोग, जो लोग यीशु मसीह की ओर स्वीकार किया, लोगों को पकड़कर 2 पेड़ की डालियों को बहुत जबरदस्ती खींच कर नीचे लाके उनकी दोनों पैरों को दोनों पेड़ की ओर बांधने के बाद उनको बोलता था, अगर तुम प्रभु यीशु मसीह को टुकरेगा तो तुम्हारी जीवन बच जाएगा, नहीं तो तुमको मरना पड़ेगा. वो लोग नहीं मान देते. वो लोग बोला हम यीशु के साथ जिएंगे, यीशु के साथ मरेंगे. जब बोलते तो वो लोग वो पेड़ का दोनों डालियों को छोड़ देते थे. वो लोग जाकर ऊपर जाकर अपनी 2 भागों में फट जाते थे. അനേക വിശുദ്ധന്മാരെ മരമറക്കുന്ന ഈർച്ചവാളുകൾ കൊണ്ട് അറുത്ത് കൊല്ലുമായിരുന്നു. हम देख सकता है हालेलुया, जो लकड़ी को फाड़ने वाला जो तलवार होते हैं, उसी के द्वारा हालेलुया पवित्र लोगों को हालेलुया काट देते थे. അനേക വിശുദ്ധന്മാരെ പച്ച മൃഗങ്ങളുടെ തോലിനകത്ത് ജീവനോടെ ചുരുട്ടി കെട്ടി വെയിലത്തിട്ട് ഉണക്കി ആ വിശുദ്ധന്മാരുടെ ആ തോലിനകത്ത് കിടന്ന് ഉണങ്ങിയിട്ട് ആ ശരീരങ്ങൾ സ്റ്റേഡിയത്തിലുള്ള തൂണുകളിൽ കെട്ടി എണ്ണയൊഴിച്ച് തീ കത്തിച്ചിട്ട് ആ വെട്ടത്തു നിന്ന് സ്പോർട്സ് കളിക്കുമായിരുന്നു. हम देख सकता है बहुत पवित्र लोगों को जो चमड़ा होता है, ताजा चमड़ा, जो जानवर का चमड़ा को लाकर उसी के अंदर उनको पलटा देगा, उसी के अंदर घुमा देगा और उसके बाद उसको धूप पर डालेगा. बहुत देर धूप पर रहकर वहां ही वो चमड़े के अंदर रहकर वो जीवन खो देगा. उसके बाद उसको लाकर आग जलाकर उनके सामने आकर वो लोग नाटक करते थे. उसी की ज्वाला में वो नाटक करते थे. ഈ നിലയിൽ വിശുദ്ധന്മാർ പീഡ അനുഭവിച്ചപ്പോൾ എബ്രായ വിശ്വാസികൾ മനസ്സിൽ ചിന്തിച്ചു, നമുക്ക് പഴയ മതത്തിലേക്ക് മടങ്ങി പോകാമെന്ന്. जब इस तरीके से पीड़ा का सामना किया तो हालेलुया इब्रानी लोगों ने ये सोचा, क्यों हम इस तरह सहना पड़ता है, हम अपनी जो धर्म छोड़ के आया उसी धर्म में क्यों नहीं वापस जा पाओगे. ഇന്ന് ഈ പകൽവേളയിൽ വിശുദ്ധ സഭായത്തിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്,
ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികളോട് പറഞ്ഞത്, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും നിങ്ങൾ ഒരിക്കലും യേശുവിനെ വിട്ട് പിന്മാറി പോകരുത്. आज हमने जो वचन पढ़ा है उसके अंदर प्रेरित पौलुस इब्रानी विश्वासियों को कह रहा है, तुमको पीछे सोचेगा तो बहुत कुछ है, लेकिन मैं तुमसे विनती करता हूं, तुम अपनी जीवन की पीछे मुड़कर कभी न जाए, क्योंकि तुम्हारे लिए एक बहुत बड़ा जगह परमेश्वर ने रखा है. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ വരേണ്ടത്. पौलुस ये कहता है, हम कभी भी हालेलुया उस दुष्ट लोगों के साथ ना हो जो हालेलुया जीवन का उद्धार पाकर, सामर्थ्य पाकर, हालेलुया जो पवित्र लोगों ने स्वर्ग पाया, उन्हीं गणों में हम होना है. അത് ദൈവവചനം നമ്മൾ ഒരുപക്ഷെ പറയും, എനിക്ക് മാത്രമേ ഉള്ളൂ ഈ പരീക്ഷ, എനിക്ക് മാത്രമാണ് ഈ പ്രയാസങ്ങൾ, എനിക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുകൾ. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് കൊണ്ട് ഒരുപാട് പീഡകളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്നൊരുപക്ഷെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക, പിന്മാറിപ്പോകുവാനുള്ള എല്ലാ ചിന്തകളും പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരും. ഏത് പ്രതിസന്ധികൾ വന്നാലും നമ്മെ കൈപിടിച്ചു നടത്തുന്ന ഏറ്റവും മഹത്വകരമായ ഒരു മാർഗത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത്. हालेलुया, आप ये विश्वास कीजिए, आपको पीछे खींच के ले जाने वाला बहुत बात आपका जीवन में जरूर आ सकता है, लेकिन आप विश्वास कीजिए, सबसे श्रेष्ठ, सबसे उन्नत मार्ग जो स्वर्ग के नीचे मानव के बीच में, इससे एक बड़े मार्ग मानव के बीच में नहीं है, वही एक मार्ग को आपने पाया है. उसमें आप जितने भी परीक्षा को आपको सामना करना पड़े, आप इसमें बने रहिए, प्रभु आपके जीवन में अद्भुत चमत्कारी करेगा. എബ്രായർ 10:34 മുതൽ ഞാൻ വായിച്ചു, തടവുകാരോട് സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുള്ളത് കൊണ്ട് ഉണ്ടെന്നറിഞ്ഞ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. हालेलुया, ये लिखा है तुम्हारे, क्योंकि तुम कैदियों के दुख में भी दुखी हुए और अपनी संपत्ति भी आनंद से लूटने दी, यही जानकर कि तुम्हारे पास एक और भी उत्तम और सर्वदा ठहरने वाली एक संपत्ति है करके परमेश्वर का पवित्र दास लिखा है. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. इसलिए वहां लिखा है, अपना किया ना छोड़े, क्योंकि उसका प्रतिफल बड़ा है. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാകുന്നു. इसलिए तुम्हें धीरज धरना आवश्यक है कि ताकि परमेश्वर की इच्छा को पूरी करके तुम प्रतिज्ञा का फल पाओ. 37 വാക്യം, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. क्योंकि अब बहुत ही थोड़ा समय रह गया है, जबकि आने वाला आएगा और देर न करेगा. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. यहाँ लिखा है, मेरी धर्मी जन विश्वास से जीवित रहेगा, और यदि वो पीछे हट जाए तो मेरे मन उससे प्रसन्न ना होगा. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. लेकिन हम पीछे हटने वाला नहीं कि नाश की हो जाए, और विश्वास करने वाला है कि प्राणों की बचाए. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ സ്തോത്രം വചനം പറയുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. हालेलुया, लिखा है, अब बहुत ही थोड़ा समय रह गया, जबकि आने वाला आएगा और देर न करेगा. നമ്മുടെ പരീക്ഷാകാലങ്ങൾ തീരാറായി. हमारा परीक्षा का समय बहुत नजदीक आ गया. നമ്മുടെ കഷ്ടതയുടെ അനുഭവങ്ങൾക്ക് അറുതി വരാറായി. हमारी कष्टों को, कठिनाइयों को हालेलुया समाप्ति में हम आ रहा है. നമ്മുടെ കണ്ണുനീരിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ സമയമായിരിക്കുകയാണ്. हमारी आंसू बहने का समय हालेलुया खत्म होने वाला है. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ യേശുവിന്റെ വരവിന്റെ അടയാളങ്ങളുടെ ലക്ഷണങ്ങളുടെ ഏറ്റവും അവസാനത്തെ സംഭവങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. यीशु मसीह के वचन के अनुसार यीशु मसीह ने जो भविष्यवाणी किया है, जो अंतकाल का समय में वो सब पूरा हो रहा है. ആകയാൽ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുവാൻ ദൈവാത്മാവിൽ വചനത്തിലൂടെ ഓർപ്പിക്കുന്നു. इसलिए आज का वचन के द्वारा प्रभु आपको चेतावनी दे रहा है, विश्वास के साथ धीरज में आप बने रहो. വായിച്ച വചനത്തിലേക്ക് ഒരു കടന്നു വരികയാണ്. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. हालेलुया, हम जिस वचन पढ़े हैं उसके अंदर लिखा है, यीशु मसीह खुद
परीक्षा का सामना करके कठिना को पाया है। അതേ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പരീക്ഷകളും പരിശോധനകളും എന്റെ യേശു ജീവിച്ചിരുന്ന സമയങ്ങൾ നമുക്ക് വേണ്ടി അനുഭവിച്ചവനാണ്. जो परीक्षा जब सामना कर रहा है, हमारा यीशु भी जब जीवित था उसका सामना करके दुख उठाया है। നിങ്ങൾ ഏത് പ്രയാസത്തിന് മുൻപിലാണായിരിക്കുന്നത്, ആ പ്രയാസം എന്റെ യേശു അനുഭവിച്ചവനാണ്. आप जो भी कठिनाइयों को कष्टों को सामना कर रहा है, उस दुख को हमारे प्रभु यीशु मसीह जगत में जब था उसका सामना किया है। താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാണ്. उसने खुद परीक्षा की दशा में दुख उठाया है। രണ്ടാമത്തെ ഭാഗം പറയുന്നു, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. दूसरा भाग में लिखा है, जो आज परीक्षा का सामना कर रहा है उनकी सहायता करने के लिए वो काफी है। ലോകത്തിലുള്ള നേതാക്കന്മാരും മതനേതാക്കന്മാരെല്ലാം കൈമലർത്തി നമ്മുടെ സഹായത്തിന് വേണ്ടി അതെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ കൈമലർത്തി കാണിക്കുമ്പോൾ, എന്റെ യേശു കൈമലർത്തുന്നവനല്ല, നിന്നെ സഹായിപ്പാൻ അവൻ കഴിവുള്ള ദൈവമാണ്. आज इतनी बड़ी कोरोना का समय दुनिया की राज्य का बड़े बड़े धनी लोग अपनी हाथ को हालेलुया पलटा कर दिखाता तो हालेलुया, लेकिन आपकी यीशु कभी भी आपको हालेलुया ऐसा नहीं दिखेगा, आपको सहायता करने के लिए आपके पास है। അവൻ കഴിവുള്ള ദൈവമാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ സഭായത്തിൽ ഓർപ്പിക്കട്ടെ, നാം സേവിക്കുന്ന ദൈവം സകലത്തിനും മതിയായ ദൈവമാണ്. आज आपको मैं याद दिलाना चाहता हूँ, आप जिसकी उपासना करते हो परमेश्वर आपकी हर एक बात की सहायता करने के लिए आपके पास है, वो काफी है। ആരാധനയ്ക്ക് വേണ്ടി അതേ സ്തോത്രം അതേ വേർതിരിക്കപ്പെട്ട് നെബൂഖദ്നേസർ രാജാവിന്റെ അതേ 60 മുഴം ഉയരമുള്ള സ്വർണ്ണബിംബത്തിന് മുമ്പിൽ മുട്ടുമടക്കാതെ വിശ്വസ്തയോടെ സത്യദൈവത്തിന് വേണ്ടി നിന്ന ശദ്രക്ക് മേശക് അബേദ്നെഗോവിനെ തീച്ചൂളയിലിടുവാൻ നെബൂഖദ്നേസർ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. 60 हाथ लंबा वाला नबूकदनेस्सर की मूर्ति को दंडवत न करेंगे करके शद्रक मेशक अबेदनो जब मना किया तो उनको आग का ज्वाला में डालने के लिए राजा ने बोला. ഈ സമയത്ത് അതേ അവരെ ഒരു പ്രാവശ്യം കൂടെ അവർക്ക് അനുവാദം കൊടുത്തപ്പോൾ അവര് പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. जब एक बार और आखिरी में उनको अनुमति दिया दंडवत करने के लिए, तब उन्होंने बोला, हम जिसकी उपासना करते हैं वो प्रभु परमेश्वर आग का ज्वाला से हमको छुड़ाने के लिए वो सामर्थ्य रखता है. അഥവാ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല. अगर हो सकता है हमारी ये परमेश्वर इस समय हमको न छुड़ाए, फिर भी आपने जो खड़ा किया मूर्ति को हम दंडवत नहीं करेंगे. തീച്ചൂളയിൽ പോയാലും പോയില്ലെങ്കിലും ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനെതിരായി ഞങ്ങൾ ഒരു വാക്ക് പോലും പറയുകയില്ല. चाहे हम आग में जाए और ना जाए, हमारी सर्वशक्तिमान परमेश्वर के विरुद्ध एक भी शब्द हम अपने मुंह से नहीं करेंगे. അവൻ നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ്. वो हमारी सहायता करने के लिए काफी है. അത് ശദ്രക്ക് മേശക് അബേദ്നെഗോവിനെ കൈകാലുകൾ കെട്ടി തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു. हालेलुया, हम देख सकता है शद्रक मेशक अबेदनो को हाथ पैर बांधकर आग की भट्टी में फेंक दिया. അന്നത്തെ തീച്ചൂള 7 മടങ്ങ് വർദ്ധിപ്പിച്ച് അതിനകത്ത് വലിച്ചെറിയുമ്പോൾ എറിഞ്ഞ ആളുകൾ അതേ സ്തോത്രം ചാരം പോലും കിട്ടാതെ അവർ ദഹിച്ചു പോകുവാനിടയായി തീർന്നു. 7 गुना आग का भट्टी को उन्होंने ज्वाले को उसका सामर्थ्य को बढ़ाया. जिन्होंने उनको फेंकने के लिए गया वो लोग भी एकदम राख जलकर राख हो गया. എന്നാൽ ഈ തീച്ചൂളയ്ക്കകത്തൂടെ ശദ്രക്ക് മേശക് അബേദ്നെഗോവ് നടക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. लेकिन उस इतनी बड़ी आग की ज्वाला के अंदर शद्रक मेशक अबेदनो हालेलुया चलते फिरते हुए प्रभु की आनंद मनाते हुए हम देख सकते हैं. ദൈവം അതേ സ്തോത്രം മറ്റൊരാൾ നെബൂഖദ്നേസർ നോക്കിയപ്പോൾ മറ്റൊരാളൂടെ അവരുടെ കൂടെ നടക്കുന്നു, 4-ാമൻ ഒരുവൻ കൂടെ നടക്കുന്നവൻ ദൈവപുത്രന് തുല്യനാണെന്ന് പറയുന്നു. नेबूखदनेस्सर राजा खुद अपनी आंखों से देख रहा है, हम 3 लोगों को फेंका, देखो 14 व्यक्ति उसके अंदर है. हालेलुया, उनका मुंह हालेलुया प्रभु परमेश्वर की मुंह की तरह चमक रहा करके नेबूखदनेस्सर खुद गवाही दे रहा है. സർവശക്തനായ ദൈവം ആ തീച്ചൂളയ്ക്കകത്ത് അവർക്ക് വേണ്ടി ഇറങ്ങി വരികയായിരുന്നു. हालेलुया, सर्वशक्तिमान परमेश्वर हमारे लिए उस व्यक्ति उस बच्चों के लिए उस आग की भट्टी में उतर आया है. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്,
अब्रानियों का पत्री में प्रेरित पौलुस इस तरीके से कहता है, വിശ്വാസത്താൽ ശദ്രക്ക് മേശക് അബേദ്നെഗോവ് തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു എന്നാണ്. विश्वास के द्वारा शद्रक मेशक अबेदनो हालेलुया आग की ज्वाला को हालेलुया दूर कर दिया. ഇന്നലെ പകൽ വേളയിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, നമുക്കെതിരെ കടന്നു വരുന്ന തീച്ചൂള പോലെയുള്ള പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും നമ്മെ വിടിവിപ്പാൻ തീച്ചൂളക്കകത്ത് ഇറങ്ങി വരുന്ന സർവശക്തിയുള്ള ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. आज आप जिसकी प्रवासना कर रहे प्रभु परमेश्वर, आपकी जीवन की कोई भी हालत में, जो भी समस्या में, आपकी जीवन की कोई भी बात के सामने आपके पास आकर आपको बचाने वाला सामर्थ्य रखता है. വേണമെങ്കിൽ ദൈവത്തിന് ശദ്രക്ക് മേശക് അബേദ്നെഗോവിനെ തീച്ചൂളക്കകത്തിടാതെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു. हो सकता है परमेश्वर को शद्रक मेशक अबेदनो को आग की भट्टी में ना भेजे, वहां उससे पहले उसको बचा सकता था. എന്നാൽ തീച്ചൂളക്കകത്തിട്ടതിന്റെ കാരണം ഇതാണ്, वो आग में डालने के पीछे का कारण ये, തീച്ചൂളയിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ അവർക്ക് മനസ്സിലാകണമെങ്കിൽ, തീയുടെ ബലത്തെ കെടുത്തുന്ന ദൈവത്തെ അവർക്ക് അറിയണമെങ്കിൽ തീച്ചൂളക്കകത്ത് വീണെങ്കിലേ സാധിക്കുകയുള്ളൂ. जब तक वो आग की भट्टी में नहीं गिरेगा तब तक वो लोगों को ये नहीं पता चलेगा आग की सामर्थ्य को खत्म करने वाला भी एक सर्वशक्तिमान परमेश्वर दुनिया में जीवित करके समझना है तो हालेलुया उनके आग के अंदर जाना जरूरी था. പലപ്പോഴും കഷ്ടത നീങ്ങുവാനും കഷ്ടത മാറുവാനും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ കഷ്ടതയിലൂടെ കടത്തിവിടുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വന്ന് അതിന്റെ നടുവിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നത് അനുഭവിക്കുവാൻ വേണ്ടിയാണ് അതിലൂടെ കടത്തിവിടുന്നത്. आपका जीवन में कठिनाइयां दुख मुसीबत जब उड़ाता है, आप कभी घबराना नहीं. परमेश्वर इसीलिए आपको मुख्य मुसीबत का सामना, आपकी दुख के बीच में भी, आपकी मुसीबत के बीच में भी, आपकी परेशानी के बीच में भी उधर आकर आपकी परीक्षा को जो सामने आप करते उससे आपको दूर करने के लिए सामर्थ्य रखने वाले एक परमेश्वर करके आपको दिखाने के लिए प्रभु चाहते हैं. തീച്ചൂളയിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ദൈവം, आग की ज्वाला से भट्टी से बचाने के लिए सामर्थ्य रखने वाला एक सर्वशक्तिमान परमेश्वर. റോമാലേഖനം 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, रोमन के पत्री 4:21 में इस तरीके से लिखा है, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. अब्राहम का विश्वास के बारे में लिखा है, निश्चय जाना कि जिस बात की उसने प्रतिज्ञा की है वह उसे पूरी करने को भी सामर्थ्य है. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. हालेलुया. अब्राहम के बारे में लिखा, अब्राहम ने इतना बड़ा विश्वास किया, उन्होंने जो मेरे ऊपर जो वायदा किया है वो पूर्ण रूप से करेगा करके इतनी सामर्थ्य रखने वाला सर्वशक्तिमान परमेश्वर है. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 4 പടികൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. अब्राहम का विश्वास के बारे में 4 बातों को हालेलुया हम वहां देख सकता है. ഒന്നാമത്തെ പടി, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നുള്ളതാണ്. सबसे बड़ा है अब्राहम आशा के विरुद्ध में आशा के साथ विश्वास किया. രണ്ടാമത്തെ ഭാഗം, ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജ്ജമായി പോയതും സാറയുടെ ഗർഭമാത്ര നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്നുള്ളതാണ്. उसका दूसरा बात है, अपनी शरीर 100 साल का है, एकदम निर्जीव अवस्था में है, सारा बहुत बड़ा बुढ़िया है, लेकिन वो परमेश्वर की वायदा, तुमको मैं संतान बनाऊंगा, तुम्हारे एक जाति बनाऊंगा, उस पर वो अटल रहा. 20-ാം വാക്യത്തിൽ 4-ന്റെ 20-ാം വാക്യം, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. 4:20 पे लिखा है, ना अविश्वासी होकर परमेश्वर की वायदा पर संदेह किया, पर विश्वास में दृढ़ होकर परमेश्वर की महिमा किया. നാലാമത്തെ അതേ വിശ്വാസത്തിന്റെ പടി എന്ന് പറയുന്നത്, വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു എന്നുള്ളതാണ്. उन्होंने 4वां मंच है, उन्होंने ये विश्वास किया जो मुझ पर उन्होंने वायदा किया है, जो पूर्ण रूप से करने के लिए वो सामर्थ्य परमेश्वर है. ഒന്നാമത്തെ ഭാഗം, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. पहला मंच है,
हालेलुया आशा के विरुद्ध में आशा के साथ विश्वास किया। രണ്ടാമത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നിട്ടും അവന്റെ വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചു പോയില്ല. दूसरी बात है अपने 100 साल में भी हालेलुया परमेश्वर की वायदा में तेरे को बहुजातियों को पिता बनाऊंगा, उस पर वो अपने निर्जीव अवस्था में भी प्रभु की ओर विश्वास किया। വർഷം 24 കഴിഞ്ഞു വാഗ്ദത്തം കിട്ടിയിട്ട് എന്നിട്ടും വാഗ്ദത്തം നടക്കാതിരുന്നിട്ടും സംശയിക്കാതെ വാഗ്ദത്തത്തിൽ ദൈവത്തിൽ ശക്തിപ്പെടുവാനിടയായി, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാനിടയായി. 75 उम्र में प्रभु ने उसको वायदा किया मैं तेरे को बहुजातियों का पिता बनाऊंगा। 99 साल में भी वो उसी विश्वास में 24 साल होने के बाद भी उसी विश्वास में वो निश्चय जाना कि जिस बात की उसने मेरे को प्रदीप वायदा किया है उसमें मैं वो पूरी करने के लिए उसने सामर्थ्य रखा है। 100 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം ക്ഷീണിക്കാൻ സാധ്യതകളുണ്ട്. എന്നാൽ അവിടെ അവസാനം പറയുന്നു, വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. वो 100 साल में हो सकता है उनकी विश्वास कमजोर हो सकता है, लेकिन उन्होंने बोला जो वायदा मेरे ऊपर परमेश्वर ने किया है उसको पूर्तिकरण करने के लिए मेरी परमेश्वर सामर्थ्य है। നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. हमारा परमेश्वर सामर्थ्य रखने वाला पिता है। നിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. आपके पास जो भी वायदा किया है वो वायदा को पूर्तिकरण करेगा। ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. जो भी वायदा उन्होंने किया है वो वायदा से वो पीछे नहीं हटेगा। ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. जब पौलुस को जब बुलाया था, जब हालेलुया दमिश्क की फाटक में पौलुस को जब बोले था तुमको मैं हालेलुया राजा लोगों के सामने हालेलुया बड़े प्रभुओं के सामने तुमको खड़ा करूंगा करके बोला था। അനേക പ്രാവശ്യം ദൈവം അതേ പൗലോസിനോട് പറഞ്ഞു, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്. बहुत बार पौलुस को प्रभु ने कहा तुमको कैसर उस समय का रोमा राज्य का सबसे बड़े व्यक्ति के सामने तुमको खड़ा होना पड़ेगा। തന്റെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ തനിക്കെതിരെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോഴും ദൈവത്തിൽ താൻ ഉറച്ചു വിശ്വസിപ്പാനിടയായി തീർന്നു. मृत्यु का सामना वो खत्म हो जाएंगे, लोग उनको खत्म कर देंगे, लोग उनको पथराव कर देंगे, लोगों ने उनको पिटाई किया, वो हालेलुया बड़े जहाज में वो टूट गया, समुद्र के बीच में हो गया, उस समय उनकी आशा टूटने की बहुत बातें थी। പൗലോസിന്റെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. रोमियों का पत्री 8 अध्याय में विश्वास की घोषणाओं को पौलुस के बारे में हम देख सकता है। ദൈവത്തിന് സ്തോത്രം. അതേ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? हालेलुया वो कहता है दुनिया की कोई भी कष्ट या कोई मुसीबत मेरे को हालेलुया चाहे भूखा हो चाहे नंगा हो मेरे यीशु मसीह की प्रेम से कोई मुझे हटा नहीं सकता। 8:38 മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. मसीह की प्रेम से कौन मुझे अलग कर सकता है? क्या क्लेश या संकट या उपद्रव या अकाल या नंगाई या जोखिम या तलवार। हालेलुया हालेलुया आगे 38 में लिखा है हालेलुया चाहे मृत्यु मैं निश्चय जानता हूं कि ना मृत्यु ना जीवन ना स्वर्गदूत ना प्रधानताएं ना वर्तमान ना भविष्य ना सामर्थ्य ना ऊंचाई कुछ भी प्रभु ये ना हालेलुया गहराई ना कोई और सृष्टि हमें परमेश्वर की प्रेम से जो हमारे प्रभु मसीह यीशु में है अलग कर नहीं सकता। പൗലോസ് കപ്പൽ യാത്ര ചെയ്ത് അവസാനത്തെ യാത്ര റോമിലേക്ക് പോകുന്ന സമയം पौलुस की मिशनरी यात्रा में आखिरी समय वो रोम की हालेलुया कैसर की ओर जा रहे थे। 14 ദിനരാത്രങ്ങൾ അതേ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ഈശാനമൂല കൊടുങ്കാറ്റ് തങ്ങളുടെ കപ്പലിനെതിരെ ആഞ്ഞടിക്കുവാനിടയായി. समुद्र के बीच में लहरों के बीच में जब जा रहा था उनकी हालेलुया जहाज के ऊपर इतनी बड़ी तूफान आया। 14 दिन ना सूर्य को देखा ना चंद्रमा को देखा, बिल्कुल अंधेरा अंधेरा में वो लोग बना रहा।
ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും പൗലോസ് പറയുന്ന വാക്കുണ്ട്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എന്റെ ദൈവം. पौलुस इतनी बड़ी प्रतिसंधि के सामने, इतनी बड़ी हालेलुया मुश्किल परिस्थितियों के सामने पौलुस ये कहता है, मेरो बचाने वाला, मेरी मालिक, मेरी स्वामी, हालेलुया, जिसकी उपासना मैं करता हूं वो मुझे बचाएगा. ആ പ്രതിസന്ധി ഘട്ടത്തിൽ പൗലോസ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. अपनी जीवन की प्रतिसंधि के समय पर पौलुस कभी भी अपनी एक भी टुकराने वाली बात नहीं किया, प्रभु के सामने घुटना टेककर प्रार्थना किया. 14ാമത്തെ രാത്രിയിൽ പൗലോസിന്റെ അടുക്കൽ ദൈവം തന്റെ ദൂതനെ ഇറക്കി വിടുകയായിരുന്നു. 14 रात को, जब अंधेरे की 14 रात हो गया था, 14 दिन में प्रभु अपनी स्वर्गदूतों को पौलुस के सामने भेजता है. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് വീണ്ടും പറയുകയാണ്. डरो मत, तुम कैसर के सामने खड़ा रहना पड़ेगा तेरे को. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. जितने लोग तेरे साथ यात्रा कर रहा है उतने लोगों को परमेश्वर ने तुमको दे दिया है. 276 തടവുള്ളികളും പിന്നെ അതിനകത്ത് പട്ടാളക്കാരും കപ്പൽ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ അത് സ്തോത്രം 276 പേരുള്ള ഈ കപ്പലിനകത്ത് നിന്നുകൊണ്ട് പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. हालेलुया. पौलुस के साथ जो यात्रा करने वाला, हालेलुया, बंदी लोगों के साथ और जहाज में काम करने वाले उसका मालिक के साथ 274 लोग थे. इतनी बड़ी कठिनाई होने के बाद भी पौलुस वहां खड़ा होकर उनको सामने उनको चेतावनी दे रहा, हे पुरुषों, डरो मत, जिसकी उपासना मैं करता हूं वो तुम्हारी एक वो जीवन को कोई हानि नहीं होने देगा. मैं इसलिए तुमको वायदा के साथ तुमको मैं बताता हूं. ഇന്നലെ പകൽ വേളയിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവം പ്രവർത്തിപ്പാൻ, നമ്മെ വിടുവിപ്പാൻ സർവശക്തിയുള്ള ദൈവമാണ്, കഴിവുള്ള ദൈവമാണ്. हालेलुया. आज दिन में मैं आपको चेतावनी देता हूं, आपको मैं वायदा करता हूं, आपकी जीवन की कोई भी बुरी हालत में, कोई भी कठिनाई में, कोई भी दुख में, कोई भी मुसीबत में आपको उसे छुड़ाने के लिए सामर्थ्य रखने वाला है हमारा परमेश्वर. തുടർന്നൊരുപാട് ഭാഗങ്ങൾ പറയുവാൻ കഴിയുമെങ്കിലും ഞങ്ങൾക്ക് ആരാധന തുടങ്ങുന്ന സമയങ്ങൾ അടുത്തു വരികയായതുകൊണ്ട് ഞാൻ ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. बहुत बात आपके सामने कहने के लिए मेरी मन कह रहा है. मेरे को अभी हमारी कलीसिया का आराधना भी शुरू होने वाला है, इसलिए मैं वचन को यहाँ समाप्त करना चाहता हूँ. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ आप प्रभु यीशु मसीह खुद परीक्षा का सामना किया, इसलिए പരീക്ഷ സഹിക്കുന്നവർക്ക് സഹായിപ്പാൻ അവൻ കഴിവുള്ള ദൈവമാകുന്നു. जो परीक्षा का सामना करता है उनको सहायता करने के लिए सामर्थ्य रखता है. ഈ പ്രഭാതത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളോട് ഓർപ്പിക്കട്ടെ, आज ये आराधना में शामिल होने वाला हर एक व्यक्तियों को मैं याद दिलाता हूँ. ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് പ്രതികൂലങ്ങൾ കടന്നുപോയാലും, ഏത് പരീക്ഷാഘട്ടങ്ങൾ വന്നാലും ഒരിക്കലും പിന്മാറിപ്പോകരുത്. നിങ്ങളെ സഹായിപ്പാൻ എന്റെ കർത്താവ് വിശ്വസ്ത ദൈവമാണ്. कोई भी जीवन की मुश्किल परिस्थिति आपके सामने आ जाए, कोई भी दुख मुसीबत आ जाए, लेकिन आप कभी पीछे नहीं हटना. आपकी परीक्षाओं को हालेलुया हल्का करने के लिए, आपको बचाने के लिए प्रभु आपके पास है. प्रभु आपके लिए अद्भुत चमत्कारी कार्य करेगा. എല്ലാറ്റിലും ഉപരി യേശു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേഗം വരുവാൻ സമയമായി. हालेलुया. सबसे बढ़कर हमको अपने पास ले जाने के लिए, अपने पवित्र लोगों को ले जाने के लिए प्रभु यीशु मसीह बादलों में बहुत जल्दी आने वाला है. അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമുക്ക് അവനോട് ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് അവന്റെ അടുക്കലെത്തുവാൻ ഒരിക്കലും ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങൾ കണ്ട് പിന്മാറിപ്പോകാൻ പാടില്ല. ये दुनिया की कोई भी बात को देखकर आप कभी पीछे ना हट रहे, उसको आने का समय बहुत है. हमको स्वर्ग में पहुंचना है. ഇവിടുത്തെ കണ്ണുനീരും, ഇവിടുത്തെ വേദനകളും, ഇവിടുത്തെ ഭാരങ്ങളും, ഇവിടുത്തെ രോഗങ്ങളും എല്ലാം മാറുന്ന ആ മഹാസുദനത്തിനായി, കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനിക്കായി നമ്മുടെ കാതുകളെ കുറിപ്പിക്കാം.
ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. हम इस धरती का हर एक दुख मुसीबत जाकर एक दिन हमको स्वर्ग में जाने के लिए एक तुरही फूकने वाला है। वो तुरही की आवाज के लिए हम अपनी कान को हालेलुया बहुत हालेलुया अच्छे से खोल कर रखे। प्रभु इस वचनों के द्वारा आप सबको आशीष दे। ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോട് കുടുംബത്തോട് സഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. വീഡിയോ എന്തോ കാരണത്താൽ ഓഫായി പോയതാണ്, അത് ഓണാക്കാൻ കഴിയുന്നില്ല. ദയവായി ക്ഷമിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.